ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 10 മുതലുള്ള വാക്യം വായിക്കാം. മറ്റൊരുവിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവിന് പ്രവചനം, മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവിന് പലവിധ ഭാഷകൾ, മറ്റൊരുവിന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകർത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, പരിശുദ്ധാത്മാവേ, നിന്റെ സന്നിധിയിൽ നിന്റെ മക്കളോട് ചേർന്ന് ഇടിവിൽ നിന്ന് ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനും സ്വർഗസ്ഥനും ആയ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്താൽ അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബമായി കാത്തുകൊള്ളണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നനും ദീർഘക്ഷമയുള്ളവനുമായ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടണം. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന കോപ, ക്രോധ, ഷാഢ്യ, ദുന്നപക്ഷ, ഭിന്നത, കയ്പ്, വെറുപ്പ്, പക, പിണക്കം, കർത്താവ്, അതെല്ലാം ഈ കൂട്ടായ്മയുടെ മുഴുവൻ പേരോടും ക്ഷമിച്ച് വിശുദ്ധിയെ തികച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവാൻ ദൈവമേ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് കൂട്ടായ്മയുടെ എല്ലാവരും ഒന്നടങ്കം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമനപ്പെട്ട് എപ്പോൾ കർത്താവ് വന്നാലും കർത്താവെ, ഞങ്ങൾ രാത്രി എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്നത് പോലെ നിന്റെ വരവിങ്കൽ നിന്നോട് കൂടെ ഉയർത്തപ്പെടുവാൻ അവിടുന്ന് കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ഈ എളിയ ദാസിനെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കർത്താവ്, ഒരിക്കലും ദുഷ്ടൻ ഇനി ഈ കൂട്ടായ്മയിലുള്ള ആരെയും ആക്രമിക്കാതെ വണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബമായി നിന്റെ രക്തോൽപ്പി സൂക്ഷിക്കണം. ചുറ്റും തീമതിലായിരിക്കണം. നിന്റെ ദൂതന്മാരെ കാവൽ നിർത്തി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വവും സ്തുതിയും സ്തോത്രവും എല്ലാം അങ്ങേക്കായി അർപ്പിക്കും. ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടെ ഇരിക്കണമേ, കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ തന്നെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഘട്ടനായി സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമല്ലേണമേ. ആമീൻ. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങൾ നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി വായിച്ച വേദഭാഗത്തിൽ കർത്താവ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാക്കളുടെ വിവേചനമാണ്. ആത്മാക്കളുടെ വിവേചനം ഞങ്ങൾക്ക് ലഭ്യമാകണം കർത്താവേ. അതിനായി അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുമാറാകണമെന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്ത, ഇന്നലെ ഞങ്ങൾ വായിച്ചു വന്നത് മനുഷ്യാത്മാവ്, ദൈവാത്മാവ്, ലോകത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ഹ്യൂമൻ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഈവിൾ സ്പിരിറ്റ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഗോഡ്, സ്പിരിറ്റ് ഓഫ് മാൻ. ഇതാണ് ഇന്നലെ ഞങ്ങൾ ചിന്തിച്ചത്. ഡിസ്ക്രീനിങ് ഗിഫ്റ്റ് എന്ന ഡിസ്ക്രീനിങ് ഓഫ് സ്പിരിറ്റ് എന്ന ആ ചിന്തയോട്, ആത്മാക്കളുടെ വിവേചനം എന്ന ചിന്തയോട് ചേർത്താണ് ഞങ്ങൾ ചിന്തിച്ചു വന്നത്. എന്നാൽ അതിനകത്തുനിന്ന് യോഹന്നാൻ സ്നാപകന് കർത്താവിനെ അറിയാൻ കഴിഞ്ഞത്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മരുമലയിൽ മോശയും ഏലിയാവിനെ അറിയാൻ കഴിഞ്ഞത്, പൗലോസ് അപ്പോസ്തലന് വെളിച്ചപ്പാടത്തിയുടെ ആത്മാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത്, അതുപോലെ തന്നെ പത്രോസിന് ശീമോൻ്റെ കയ്പ് ഉള്ള പക, അനീതിയുടെ ബന്ധനം വിവേചിച്ചറിയാൻ കഴിഞ്ഞത്, അതുപോലെ തന്നെ പത്രോസ് അനന്യാസിനെയും സഫേറയും തിരിച്ചറിഞ്ഞത്.
ഇതെല്ലാം ആത്മാക്കളുടെ വിവേചനമായിരുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. എന്നാൽ അതിനുശേഷം നമ്മൾ ചിന്തിച്ചു വന്നത് നാച്ചുറൽ പവർ രണ്ടുണ്ട്. അതിലൊന്ന് സൂപ്പർ നാച്ചുറൽ പവറാണ്, അത് ദൈവം, ഗോഡ്സ്. രണ്ട് നാച്ചുറൽ പവർ, അത് സാത്താൻ അല്ലെങ്കിൽ പിശാച്ച്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് സാത്താനെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 14-12 മുതൽ വായിക്കുമ്പോൾ സാത്താൻ്റെ ഉറവിടം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ദൈവനാമത്തിൽ. അതുപോലെ തന്നെ എസ്കേലിലുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ആദ്യം യെശയ്യാവ് വായിക്കാം. യെശയ്യാവ് 14-12 തൊട്ട് വായിക്കാം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു. അതിന്റെ മറ്റൊരു പേരാണ് ലൂസിഫർ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. നീ ജാതികളെ താഴ്ത്തി കളഞ്ഞവനിവിടെ ജാതികളെ തകർത്ത് കളയാൻ തക്കവണ്ണം ദുഷ്ടൻ ഇവിടെ ഭൂമിയിൽ പ്രവർത്തിച്ചു. അത് ലൂസിഫറാണ്, അത് സാത്താനാണ്. ഭൂമിയിൽ പ്രവർത്തിച്ചു. നീ എങ്ങനെയാണ് വെട്ടേറ്റ് നിലത്ത് വീണത്? അപ്പോൾ അതിനു മുമ്പ് അവൻ എവിടെയായിരുന്നു? ദൈവത്തിൻ്റെ അടുക്ക തന്നെയായിരുന്ന ഒരു മാലാഖയായിരുന്നു ഈ സാത്താൻ. വായിച്ചു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഞാൻ എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വത്തിന്മേൽ ഞാൻ ഇരുന്നു അരുളും. ഞാൻ ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്ന് ഞാൻ അരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. കണ്ടോ, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് അവൻ എവിടെയാ പറഞ്ഞേ? ഹൃദയത്തിൽ. കണ്ടോ, ഹൃദയത്തിൽ പറഞ്ഞു. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അഹങ്കാരം പുറമെ വരുന്നതിന് മുമ്പ് ഉള്ളിൽ വരും. ആ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായ, അതായത് എല്ലാ മാലാഖമാരെക്കാളും ശ്രേഷ്ഠനായിരുന്നൊരു മാലാഖയായിരുന്നു ഈ ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ. മാലാഖയായിരുന്നു, അവൻ സൗന്ദര്യ ശ്രേഷ്ഠനായിരുന്നു. കാർത്തിക് വായിക്കുമ്പോൾ എസ്കേൻ്റെ പുസ്തകം നമുക്ക് കാണാൻ കഴിയും. ദൈവനാമത് ആ മാലാഖ എങ്ങനെയാണെന്ന് വെട്ടേറ്റ് നിലത്ത് വീണത്? അതിൻ്റെ കാരണം ഇവിടെ വായിച്ചത്, അവൻ ആരായിരുന്നു? അവൻ നകളിച്ചു. അവൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ നകളിച്ചു. നാം തിരിച്ചറിയേണ്ടത്, നഗളമെന്ന് പറയുന്നത് മരണകരമായ പാപമാണ്. ആ ഒരൊറ്റ നഗളമാണ് ദൈവത്തോടു കൂടെ ഇരുന്ന ഏറ്റവും ഉന്നതനായിരുന്ന മാലാഖയായിരുന്നു. സൗന്ദര്യശ്രേഷ്ഠനായ മാലാഖയായിരുന്നു ഈ ലൂസിഫർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുന്നത്. അവൻ സാത്താനായതും ലൂസിഫർ ആയതും എവിടെ വെച്ചാണ്? ആ ഭൂമിയിലേക്ക് വെട്ടേറ്റ് വീണപ്പോഴാണ്. വെട്ടേറ്റ് വീണ എന്താണ്? അവൻ നകളിച്ചു, ഞാൻ അത്യുന്നതനോട് സമനാക്കും, മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. അവൻ്റെ ആ അഹങ്കാരം ഇത് പുറമേ ഉണ്ടായില്ല, ഉള്ളിൽ. ഇനി വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ള അഹങ്കാര ചിന്ത എപ്പോഴെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ വിവേചിച്ചറിയുക, നിങ്ങളുടെ വീഴ്ച അവിടെ ആരംഭിച്ചു. ഈ സാത്താൻ ആയി വന്ന് മാറിയ മാലാഖ ഒരിക്കലും വാ കൊണ്ട് തുറന്നു പറഞ്ഞിട്ടില്ല, ഉള്ളിൽ അഹങ്കരിച്ചു. തത്സമയം അവൻ വെട്ടേറ്റ് നിലത്ത് വീണു. അവൻ എവിടെ വന്നു? ഏദൻ തോട്ടത്തിൽ വന്നു. വായിച്ചു. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും
രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമിയെ പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലോ എന്ന് നിരൂപിക്കും. അവൻ ഭൂമിയിൽ വന്നിട്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. വീണ്ടും വായിച്ചു. ജാതികളുടെ സകല രാജാക്കന്മാരും ഒട്ടൊഴിയാതെ താന്റെ ഭവനത്തിൽ മഹത്വത്തോടെ കിടന്നുറങ്ങുന്നു. നിന്നെയോ നിന്ദ്യമായ ഒരു ചുള്ളിയെ പോലെയും വാൾ കൊണ്ട് കുത്തേറ്റും മരിച്ച കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെ കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടി മെതിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ നിന്നും എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അവിടേക്ക് അവൻ താഴെ വീണു. എവിടെ ഇരുന്നവനാ? അത്യുന്നതനോട് സമനാകുമെന്ന് പറഞ്ഞവനാ ഇപ്പൊ വന്ന് വീണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ആരെങ്കിലും ഉള്ളിൽ ഹൃദയത്തിൽ ഒരു നെകള ചിന്ത, അഹങ്കാര ചിന്ത വന്നാൽ മരണകരമായ പാപമാണ് നെകളം. അവൻ വെട്ടേറ്റ് നിലത്ത് വീഴും. അത് മരണകരമായ പാപമാണെന്നുള്ള അതിൻ്റെ ആ ഗൗരവം ഞാൻ നിങ്ങൾ വളരെ ശക്തിയോടെ മനസ്സിലാക്കുക. അപ്പം പലപ്പോഴും അതിൽ നിന്നും മുകളിലേക്ക് കയറി വരാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ അഹങ്കാരം ഉള്ളിൽ നിന്നും പലപ്പോഴും വിട്ടുപോയിട്ടില്ല. പുറമെ അഹങ്കാരം ഉണ്ടാകില്ല, പക്ഷെ ഉള്ളിൽ ഉള്ള ഒരു മനോഭാവം, അഹങ്കാരത്തിൻ്റെ മനോഭാവം ഉള്ളിൽ നിന്ന് മാറിയിട്ടില്ല. ഒരവസരം കിട്ടിയാൽ അപ്പോൾ അതെടുത്ത് ഉപയോഗിക്കും. അവരുടെ മനോഭാവം തിരിച്ചറിയാൻ കഴിയും. ഓരോരുത്തർ പരിശോധിച്ചാൽ മതി. ഉള്ളിൽ നെകളം, അഹങ്കാരം ഇപ്പോൾ ഇല്ലായിരിക്കാം, കാഴ്ചയിലില്ലായിരിക്കാം, പക്ഷെ ഒരു അവസരം കിട്ടുന്ന നോക്കി അതിൻ്റെ മുകളിൽ കയറി വെട്ടാനിരിക്കുന്ന ഒരു മനോഭാവം ഉള്ളിൽ നിൽപ്പുണ്ടാവും. ഒരിക്കലും അവൻ രക്ഷപ്പെടാൻ ഹൃദയങ്ങളെ അറിയുന്നവനാണ് ദൈവം. അപ്പോൾ ആ ഹൃദയത്തിലെ എളിമ, താഴ്മ, വിനയം, അതാണ് മാതാവിൽ നമ്മൾ പഠിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അത് പുറമേ അല്ല, അകമേ വരണം ആ എളിമ. പുറമേ എളിമ കാണിക്കുന്ന അനേകരുണ്ട്, ഒരു കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഇവൻ അഹങ്കരിച്ച് ഹൃദയത്തിൽ നിരൂപിച്ചുള്ളൂ. യൂദായുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ വന്നു. തത്സമയം പിശാച് അവനിൽ കടന്നു എന്നാണ് മത്തായിയുടെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ കഴിയുന്നത്. അവൻ ചിന്തിച്ച സമയം സാത്താൻ അവനിൽ കടന്നു. സാത്താൻ തോന്നിപ്പിച്ചു, അവനത് ഏറ്റെടുത്തു. ദൈവത്തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ ഇനി വീണ്ടും അതിനെക്കുറിച്ച് ഒന്നുകൂടി പഠിക്കാനായിട്ട് സ്തോത്രം എസ്കേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം 12-14 വാക്യം. ഇപ്പം അവൻ വെട്ടേറ്റ് നിലത്ത് വീണതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. അവൻ്റെ ഉള്ളിലെ അഹങ്കാരം നഗളമാണ്. വായിച്ചു 28:12 വായിച്ചു. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃക മുദ്രയാവുന്നു, നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. കണ്ടോ, ഈ സാത്താൻ എന്ന് പറഞ്ഞ ആള് മാലാഖ ആയിരുന്നപ്പോ അവൻ ആരായിരുന്നു? അവൻ ദൈവത്തിൻ്റെ ഒരു മാതൃകാ മുദ്രയായിരുന്നു. അതിന് അവൻ അഹങ്കാരം ഉണ്ടാകാൻ കാരണം അവൻ ദൈവത്തിൻ്റെ ഒരു മാതൃകാ മുദ്രയായിരുന്നു. അപ്പൊ നമുക്കൊരു കഴിവ് അല്ലെങ്കിൽ ഒരു കൃപ, ഒരു യോഗ്യത നമുക്ക് ലഭിച്ചാൽ അത് ദൈവം തന്നാണെന്നുള്ളതല്ലാതെ അഹങ്കരിക്കുന്ന സെക്കൻഡിൽ തന്നെ അവൻ്റെ തകർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ തിരിച്ചറിയുക. അവൻ ദൈവത്തിൻ്റെ മാതൃകാ മുദ്രയായിരുന്നു. അവനാണിപ്പോൾ വെട്ടേറ്റ് നിലത്ത് വീണിരിക്കുന്നത്. വായിച്ചു. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി. അല്ല, അവിടുന്ന് വീണിട്ട് അവൻ എവിടെ വന്നു? ഈ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ വന്നു. ആ ഏദനിൽ വരുമെന്നുള്ള ദൈവത്തിന്റെ മുന്നറിവാണ് ദൈവം ആദമിനോട് പറഞ്ഞത്, തോട്ടം കാക്കണം.
പക്ഷെ ആദമിന് അത് വിവേചിച്ചറിയാൻ കഴിഞ്ഞില്ല. അവിടെയാണ് അവിടെ ഉണ്ടായ അപകടം. അവൻ്റെ മുന്നറിവാണ്, ദൈവത്തിൻ്റെ മുന്നറിവാണ്. അവൻ വെട്ടേറ്റ് നിലത്ത് വീണ ആ സാത്താൻ ഒരിക്കലും മാറി നിൽക്കില്ല. അവൻ യഥാർത്ഥത്തിൽ അവിടെ കടന്നു വരുമെന്ന് അവനൊരു മുന്നറിവുണ്ടായിരുന്നു. വീണ്ടും വായിച്ചു. ഏദനിലായിരുന്നു താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം. കണ്ടോ, ഇതെല്ലാം കൊണ്ട് നിന്നെ മൂടിയിരുന്നു. അത്ര സൗന്ദര്യശ്രേഷ്ഠനായിരുന്നു സാത്താൻ. അതാണ് അവന്റെ അഹങ്കാരത്തിന്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. വീണ്ടും വായിച്ചു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള അടയാളങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നിന്നെ തീർത്ത നാളിൽ പൊന്നുകൊണ്ടുള്ളതായിരുന്നു അവന്റെ പണി. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാവുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. കണ്ടോ, അവൻ എവിടെ ഇരുന്നാർന്നേ? വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുന്നയാളായിരുന്നു ഈ പറഞ്ഞ സാത്താൻ അല്ലെങ്കിൽ ലൂസിഫർ. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. കണ്ടോ, നിന്റെ ഉള്ളിൽ ആ നീതികേട് ചിന്തിക്കുന്ന സമയം വരെ നീ നിഷ്കളങ്കനായിരുന്നു. നീതികേട് ചിന്തിച്ച സമയം തന്നെ ദൈവം അവനെ അവിടെ നിന്ന് താഴെയിട്ടു. അവൻ്റെ അഹങ്കാരം, അവൻ്റെ നഗളം. നീതികേട് ചിന്തിക്കുന്ന സമയം വരെ അവൻ നിഷ്കളങ്കനായിരുന്നു. ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റാത്ത ദൈവത്തിൻ്റെ മാതൃകാമുദ്രയായിരുന്നു. സൗന്ദര്യശ്രേഷ്ഠനായിരുന്നു, ജ്ഞാനസമ്പൂർണനായിരുന്നു. അപ്പോൾ സാത്താൻ എപ്പോഴും തിരിച്ചറിയണം, അവൻ ജ്ഞാനസമ്പൂർണനാണ്. അവനാണ് ഈ അഹങ്കാരം വന്നത്. അവൻ്റെ അധപതന അവിടെ ആരംഭിച്ചു. തത്സമയം അവനെ തട്ടി താഴെയിട്ടു. വായിച്ചു. നിന്റെ ബഹുത്വത്തിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. കണ്ടോ, അവന്റെ അന്തർഭാഗം നമ്മൾ തിരിച്ചറിയേണ്ടത്. അനേകർ പുറമേ അഹങ്കാരം ഉണ്ടാവില്ല, അവന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞിരുന്നു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അവൻ എവിടെ വന്നു? നേരെ ഏദൻ തോട്ടത്തിൽ വന്നു. മറയ്ക്കുന്ന കെരൂബേ, അഗ്നിമയ രഥങ്ങളുടെ മധ്യ നിന്ന് മുടിച്ചു കളഞ്ഞു. കണ്ടോ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ ദേവപർവ്വതത്തിലായിരുന്നു, അതിന്റെ നടുവിൽ നിന്ന് അവനെ മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ സൗന്ദര്യം, ആരെങ്കിലും സൗന്ദര്യത്തെ നോക്കി നിഗളിക്കുന്നുവെങ്കിൽ അവന്റെ വീഴ്ച ഉറപ്പാണ്. ഏതൊരു മേഖലയിലും നിന്റെ ഉയർച്ചയെ കണ്ട് ഒരു ചെറിയ അഹങ്കാരത്തിന്റെ മനോഭാവം ഉള്ളിൽ വന്നാൽ, നിനക്ക് സൗന്ദര്യമായിക്കോട്ടെ, നിന്റെ കഴിവായിക്കോട്ടെ, നിന്റെ മിടുക്കായിക്കോട്ടെ, നിന്റെ യോഗ്യതയൊക്കെ എന്തും ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. വിദ്യാസമ്പന്നനായിരുന്നു പൗലോസ്. ഗമാലിയലിന്റെ അടുക്കലിരുന്ന് പഠിച്ച നല്ല ജ്ഞാനമുള്ള ഒരാളായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ആ ജ്ഞാനത്തെ അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ജ്ഞാനിയുടെ ജ്ഞാനം നശിപ്പിക്കുകയും ബുദ്ധിമാന്റെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികരെവിടെ? ഈ ലോകപ്രകാരമായിരിക്കുന്ന ജ്ഞാനി അങ്ങനെയാണ്. അപ്പം ജ്ഞാനസമ്പൂർണനായിരുന്ന മാലാഖ എവിടെ വന്നു നോക്കിയേ? അദ്ദേഹം പാമ്പ് രൂപത്തിലേക്ക് മാറേണ്ടി വന്നു. അവസാനം
നീ മണ്ണിൽ ഇഴഞ്ഞ് നടന്ന് നീ പൊടി തിന്നുമെന്നാണ് പാമ്പിനോട് കർത്താവ് പറഞ്ഞത്. അവൻ എവിടെ ഇരുന്നവനാ? ദേവപർവ്വതത്തിൽ. അപ്പം ഇന്ന് ആ മനോഭാവത്തിലേക്ക് തള്ളപ്പെട്ട ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, ഇതേവരെ രക്ഷപ്പെടാൻ കഴിയാതെ ഇതുപോലെ തള്ളപ്പെട്ടൊരു അനുഭവം നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, എത്രമാത്രം ആ അഹങ്കാരമാണോ ആ വീഴ്ചയ്ക്ക് കാരണമെന്ന് വിവേചിച്ചറിഞ്ഞ് കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീണാൽ, സാഷ്ടാംഗം വീഴണം. എന്നിട്ട് കർത്താവിനോട് കരഞ്ഞാൽ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ. പുറമേ അല്ല, നിന്റെ ഹൃദയം തകരണം. തകർന്ന മനസ്സാണ് ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക്. പാപത്തെക്കുറിച്ചുള്ള ഒരു നെടുവീർപ്പ് മതി നീ രക്ഷ പ്രാപിപ്പാൻ. ചെയ്തു പോയിരിക്കുന്ന അഹങ്കാരത്തെക്കുറിച്ച് ഈ നിമിഷം കർത്താവിന് കീഴടങ്ങിക്കൊണ്ട് ഒരൊറ്റ നെടുവീർപ്പിട്ടാൽ നിന്നെ ഉയർത്താൻ കഴിയുന്ന ജീവനുള്ള സത്യ ഏക ദൈവമാണ് എൻ്റെ കർത്താവിൻ്റെ രക്ഷകനും നാഥനും ദൈവമായ യേശു. ആമേൻ. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വചനം കേൾക്കുമ്പോൾ തകർന്ന താലടിയായിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് കീഴടങ്ങാൻ കഴിയുമോ എന്ന്, മനസ്സിൽ കീഴടങ്ങാൻ കഴിയുമോ എന്ന് നോക്ക്. അഹങ്കാരം വിട്ടുപോകാതെ നിന്നെ പിൻപറ്റുന്നുണ്ടോ എന്നൊന്നൊരു പരിശോധന നടത്തുക. ഉണ്ട് എങ്കിൽ ഒരു ചെറിയ അവസരം കിട്ടിയാൽ അവൻ അപ്പത് പുറത്ത് കാണിക്കും. അതാണ് അതിൻ്റെ അടയാളം. ആ അടുത്ത സെക്കൻഡിൽ അഹങ്കരിച്ച് പറയും. അപ്പൊ തിരിച്ചറിഞ്ഞോ, ഈ അഹങ്കാരം അന്ന് കേറിയത് ഇന്നും പോയിട്ടില്ല എന്ന്. അപ്പൊ യഥാർത്ഥമായി ഹൃദയത്തിന്റെ ആ തകർച്ചയെ ദൈവം നോക്കുന്ന ഹൃദയത്തിലേക്കാ. കർത്താവ് ദാവീദിനെ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? മുഖമോ പൊക്കമോ നോക്കരുത്, ഒരു തറവാട് മഹിമയും നോക്കില്ല, ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് നോക്കും. നീ എളിമപ്പെട്ടോ, നിന്റെ ഹൃദയം തകർന്നോ, അവിടെ കർത്താവ് ഇറങ്ങി വരും. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വീണ്ടും വായിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. നിന്റെ പ്രഭ നിമിത്തം നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. ആ രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം, കേട്ടോ, ലോകത്തിന്റെ മുമ്പിൽ മറ്റുള്ളവർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന ആരെങ്കിലും തള്ളിയിട്ടിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളൊരു പരിഹാസപാത്രമാണോ? ശക്തമായൊരു പുനഃപരിശോധന നടത്തണം. ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ കഴിയാതെ ഒരു പരിഹാസപാത്രമായി ആരെങ്കിലും കൂട്ടായ്മയിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം അവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ അവർക്ക് സ്പെഷ്യലായിട്ടുള്ളതാണ്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. രക്ഷപ്പെടാൻ പറ്റാതെ മാറി മാറി വരുന്ന കഷ്ടതയുടെ നടുവിലാണോ? നിന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കിയിട്ട് അഹങ്കാരത്തിൻ്റെ കൂമ്പ് കുത്തിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്ക്. ഏതൊരു അഹങ്കാരമാണ് വീഴ്ചയ്ക്ക് കാരണം? ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വിഷയത്തിലേക്ക് വരാൻ വീണ്ടും. അപ്പോൾ നമ്മളിവിടെ വായിച്ച സാത്താനെ കുറിച്ചാണ് നമ്മളിപ്പോൾ രണ്ട് കാര്യം. അതായത് അവൻ നാച്ചുറൽ പവറാണ്, അവൻ്റെ നാച്ചുറൽ പവർ അവൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നമുക്ക് വായിക്കാം, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 8 മുതൽ വായിക്കാം. നാച്ചുറൽ പവറായ സാത്താൻ്റെയും സൂപ്പർ നാച്ചുറൽ പവറായിരിക്കുന്ന ദൈവത്തിൻ്റെയും ആ വ്യത്യസ്തത നമുക്കിവിടെ പഠിക്കാം. അതായത് പുറപ്പാട് പുസ്തകം 7-8 മുതൽ വായിക്കാം.
പുറപ്പാട് 7:8. അതിനെടുത്ത വായിക്കേട്ടോ. അവിടെ യഹോവ മോശയോട് അഹരോനോട് ഫറവോൻ നിങ്ങളോട് ഈ അത്ഭുതം കാണിപ്പിൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം, അതൊരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്നു. യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. കണ്ടോ, ഇവിടെ ദൈവം മോശയെയും അഹ്റോനെയും ആത്മാവിനാൽ നയിച്ച് പറഞ്ഞയച്ചിരിക്കുകയാണ്. നീ ചെന്നിട്ട് ഫറവോന്റെ മുമ്പാകെ ഈ ജനത്തെ എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്ക എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കണം. അവിടുത്തെ ഒരു പദ്ധതിയാണ് ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. അതായത് ഇവിടെ നാച്ചുറൽ പവറും സൂപ്പർ നാച്ചുറൽ പവറും തമ്മിലുള്ള വ്യത്യാസം, ദൈവവും സാത്താനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വായിച്ചു. അവന്റെ ഭൃത്യന്മാരുടെ മുമ്പാകെ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. കണ്ടോ, അവൻ മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരുടെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈം മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. കണ്ടോ, അപ്പൊ മിസ്രൈമിലെ മന്ത്രവാദികൾക്കും ഈ ലോകത്തിലെ ശക്തികൾക്കെല്ലാം ഇത്തരമായിരിക്കുന്ന പരിപാടി ചെയ്യാൻ പറ്റും. പാമ്പിനെ വടിയാക്കാൻ പറ്റും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ലോകത്തിലെ യഥാർത്ഥ ദൈവമൊഴികെ ബാക്കിയുള്ള സകല ദേവന്മാർക്കും ഈ ഇത്രയും കാര്യം ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യം ചെയ്താൽ മതി, ഈ ജനമെല്ലാം അതിൻ്റെ പിന്നാലെ പോകും. എന്നാൽ ആ പവറിന്റെ വ്യത്യാസമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. വായിച്ചോ. അവർ ഓരോരുത്തൻ താന്താന്റെ വടി നിലത്തിട്ടു. അവയും സർപ്പങ്ങളായി തീർന്നു. അവ സർപ്പമായി മാറി. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ അഹരോന്റെ വടി എന്ത് ചെയ്തു? അവരുടെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു. ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. സാത്താൻ എന്തെല്ലാം പരിപാടി കൊണ്ട് വന്നാലും അവനും ഈ അത്ഭുതവും അടയാളവും എല്ലാം ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ദൈവത്തിൻ്റെ വടി, മോശയിട്ട വടി തത്സമയം ആ ഫറവോന്റെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു. ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വായിച്ചു. ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. കണ്ടോ, ഇതെല്ലാം ചെയ്തിട്ടും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിട്ട് വീണ്ടും മിസ്രൈമ ജനത്തെ വിട്ടുകൊടുത്തില്ല. മിസ്രൈമ ജനത്തിൽ നിന്നും യഥാർത്ഥമായി ഇസ്രായേൽ ജനത്തെ വിട്ടുകൊടുത്തില്ല. ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ ഇവിടെ രണ്ട് പവർ നമ്മൾ മനസ്സിലാക്കി. ഇനി ആ പുറപ്പാട് പുസ്തകം വായിച്ചാൽ 8, 9, 10 അധ്യായങ്ങളൊക്കെ വായിച്ചാൽ ഈ രണ്ടിൻ്റെയും ശക്തിയെ വിവേചിച്ചറിയാൻ കഴിയും. അപ്പം ഈ ലോകത്തിലുള്ള മറ്റ് എല്ലാ ദൈവങ്ങളും 33 കോടി ദൈവങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ഈ 33 കോടി ദൈവങ്ങൾക്കും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ വിവേചിച്ചറിയുക. എന്നാൽ
ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ യഥാർത്ഥമായ ദൈവം അതിനെയെല്ലാം വിഴുങ്ങിക്കളയുന്നതാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഇത് ഓണാക്കിയിട്ട് അപ്പോൾ അവർ പറയും, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാണ്ട്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. നമ്മൾ തിരിച്ചറിയേണ്ടത് സ്തോത്രം. അപ്പോൾ നമ്മൾ കണ്ടത് സൂപ്പർ നാച്ചുറൽ പവറും നാച്ചുറൽ പവറും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇതുവരെയും വായിച്ചത്. അത് ഈ 33 കോടി ദൈവങ്ങൾക്കും ഈ പവറുണ്ട്, നാച്ചുറൽ പവറുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉപയോഗിച്ചറിയാം. പക്ഷെ സൂപ്പർ നാച്ചുറൽ പവർ അത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ് വെളിപ്പെട്ട് വന്നത്. സൂപ്പർ നാച്ചുറൽ പവർ ഈ ലോകത്തിലേക്ക് വെളിപ്പെട്ട് വന്നത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ്. ദൈവം തന്നെ മനുഷ്യനായി ജനിച്ചു, നേരെ ലോകത്തിൽ വെളിപ്പെടുത്തി കാണിച്ചു തന്ന ഏക സത്യ ദൈവമാണ് കർത്താവായ യേശു. ദൈവ തിരുനാമം മാത്രമാണ്. ദൈവം മനുഷ്യനായി ജനിച്ച. ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇനി നമുക്ക് പിശാച് എന്തിനു വന്നു, ദൈവം എന്തിനു വന്നു? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. കണ്ടോ, അവർക്ക് ജീവനുണ്ട്. അതായത് ഈ പറഞ്ഞ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് ആര് വന്നത്? ഈ ലോകത്തിന്റെ ദൈവം വന്നിരിക്കുന്നത്. അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്. ബൈബിള് പറയുന്നു, അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്. അവൻ ഈ ലോകത്തിന്റെ അധിപതിയാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വന്നവൻ ഈ ലോകത്തിന്റെ അധിപതിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പൊ അവൻ വന്നത് മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ. അതുകൊണ്ട് തന്നെയാണ് ആ സാത്താന് വില കൊടുത്തിട്ടല്ല യേശു ക്രിസ്തു മനുഷ്യരെ വീണ്ടെടുത്തത്. അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയതാ. മോഷ്ടിച്ചു കൊണ്ടുപോയ സാധനം വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കാൻ കഴിയും. കാരണം അതിൻ്റെ ഉടമസ്ഥൻ ആരാ? ദൈവമാണ്. ഈ ലോകത്തിൽ ജനിച്ചു വീണ മുഴുവൻ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ ഇത്തരമായിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് അവൻ നമ്മെ കീഴടക്കി. ഈ ലോകത്തിൻ്റെ മനുഷ്യരെ അവൻ കീഴടക്കി. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അവിടെ 4-ാം അധ്യായം വായിക്കുമ്പോൾ ഇപ്പം കളയണ്ട. അതായത് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം ആരാണത്? ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ മർമ്മം ശോഭിക്കാതിരിപ്പാൻ വേണ്ടി ഭൂമിയിൽ വന്ന ദൈവം ആരാണ്? ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അവൻ ആരുടെ മനസ്സിനെ കുരുടാക്കിയത്? വിശ്വാസികളുടെ അല്ല. യഥാർത്ഥമായ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കാത്ത ഈ ലോകത്തിൻ്റെ നടപടിക്രമങ്ങളിലൂടെ ഓടി നടക്കുന്ന സകലരുടെയും മനസ്സ് അവൻ കുരുടാക്കി. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത മുഴുവൻ ആളുകളുടെയും മനസ്സ് കുരുടാക്കി കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്നും അവരെ വഴിതെറ്റിച്ചു കളഞ്ഞു.
ആരെ കുരുടാക്കിയത്? ഈ ലോകത്തിൻ്റെ ദൈവം. അതിൻ്റെ കാരണം എന്താ? അവരുടെ ലക്ഷ്യം വയറാണ്. അവരുടെ ലക്ഷ്യം സമ്പത്താണ്. സമ്പത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തോ ദൈവം അതിനെ ഒന്നും മാനിക്കില്ല. ദൈവ തിരുനാമം. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഞങ്ങളെ തന്നെ അല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ദൈവ തിരുനാമം മാത്രം മഹത്വമെടുക്കട്ടെ. അവിടെ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സെ കുരുടാക്കിയിട്ടുള്ളൂ. കാരണം അവിടെ താഴത്തേക്ക് വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യം 4:6 വായിക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. കേട്ടോ, ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ, ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ ആ തേജസ്സുള്ള സുവിശേഷം അനേകരുടെ ആത്മരക്ഷയ്ക്കായി പ്രകാശിക്കണം. അതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ പിശാച് വന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ ദൈവം വന്നത് എന്തിനാണ്? യോഹന്നാന്റെ സുവിശേഷം 10:10 തന്നെ കാണാൻ കഴിയും. ജീവനുണ്ടാകാനും, സമൃദ്ധിയായി ജീവൻ എന്ന് പറഞ്ഞാൽ നിത്യജീവൻ, മരണമില്ലാത്ത ജീവൻ, എന്നേക്കും നിലനിൽക്കുന്ന ജീവൻ നൽകുവാനുമാണ് യേശു വന്നത്. ജീവനുണ്ടാകാൻ. ഈ ലോകത്തിലെ മനുഷ്യൻ ജീവനില്ലേ? ഈ 33 കോടി ദൈവങ്ങളുടെയും ആളുകളെന്ന് പറഞ്ഞവർ ജീവനില്ലാത്തവരാണ്. അവരെല്ലാവരും ജീവനുള്ളവരാണ്. അവർക്ക് എന്തില്ല? നിത്യജീവനില്ല. നിത്യജീവനില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളും തിരിച്ചറിയുക. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. പൂർണ്ണമായും ജീവനുള്ള സത്യ ഏക ദൈവമായി നമ്മൾ ഒരുമനപ്പെടണം. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. പുത്രനെ കൈക്കൊണ്ടവൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും ദൈവമക്കളായിരുന്നു. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ദൈവതേജസ് തിരികെ ലഭിപ്പാൻ അവിശ്വാസികളുടെ മനസ്സ് മാത്രമേ സാത്താൻ കുരുടാക്കിയിട്ടുള്ളൂ. വിശ്വാസികളിൽ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കുകയാണ്. ആമേൻ. അത് വിശ്വാസികളിൽ മാത്രമാണ് ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ സുവിശേഷം ശോഭിക്കുന്നത്. അവർ തേജസ് പ്രാപിച്ച് കർത്താവിൻ്റെ രണ്ടാം വരവിൽ അവനോടുകൂടി ഉയർത്തപ്പെടും. അല്ലാത്ത സകല മനുഷ്യരും ഈ ലോകത്തിൻ്റെ ദൈവം അവൻ്റെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നു. ദൈവത്തിൽ നാം മാത്രം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത്, ദൈവം വന്നത് ജീവൻ നൽകാൻ സമൃദ്ധിയായി തീരുന്നു. ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്ന നിത്യജീവൻ. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. പുത്രനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ശിക്ഷാവിധിയിലാകാതെ ദൈവസന്നിധിയിലേക്ക് കടന്നിരിക്കുന്നു, നിത്യജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മതി. എന്നാൽ പിശാച് ഒരു മനുഷ്യനെ വീഴ്ത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യം. പിശാച് ഒരു മനുഷ്യനെ ഏതെല്ലാം വിധത്തിലാണ് വീഴ്ത്തുന്നത്?
എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പൂർണ്ണമായും നഗളം മരണകരമായ പാപമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കട്ടെ. അതിൽ നിന്നും എല്ലാവരും തന്നെ മോചനം പ്രാപിപ്പാൻ തയ്യാറായിക്കൊള്ളുക. ഇല്ല എങ്കിൽ രക്ഷയില്ല എന്ന് തിരിച്ചറിയുക. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. രണ്ടാമത്തെ ഇതിലേക്ക് വരാം. 4, 6, 7, 8 വരെ വായിച്ചു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. കണ്ടോ, പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. അപ്പൊ ദൈവത്തിന് കീഴടങ്ങിയാൽ മാത്രം പോരാ, പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം. പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അവൻ മെനയുന്ന തന്ത്രം എന്താണ്? ഇപ്പൊ നമ്മൾ കണ്ടു, അഹങ്കാരത്തിലൂടെ സാത്താൻ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നു. ദൈവം നിഗളിയോട് എതിർത്ത് നിൽക്കുന്നു, എന്നാൽ യഥാർത്ഥമായി താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. എന്നാൽ നമ്മൾ പറഞ്ഞു വന്നത് പോലെ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. എഫേസ്യർ 4:25-26. രണ്ടാമത് ഒരു വ്യക്തിയിലേക്ക് സാത്താൻ കടന്നു വരുന്ന ഒന്ന് നിഗളത്തിലൂടെ കടന്നു വരുന്നു. എന്നാൽ ആ നിഗളം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തോടടുത്ത് ചെല്ലാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുകയും ദൈവത്തെ സ്വീകരിക്കുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. അതുകൊണ്ടാണ് പിശാചിന്റെ ദൂതന്മാരെയും പിശാചിന്റെ പ്രവൃത്തികൾ, പിശാചിന്റെ പ്രലോഭനങ്ങളെയും വെറുത്തുപേക്ഷിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയൂ. രണ്ടും കൂടി കൊണ്ടു നടക്കാം. അല്പം മദ്യം, അല്പം പാപം, ഇതൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവത്തെക്കുറിച്ച് ഞാൻ പറയണു, ഈ കൂട്ടായ്മയിലുള്ള രണ്ടും കൂടി കൊണ്ടു നടക്കാമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കർത്താവ് അയ്യോ കഷ്ടം പറയും. രണ്ടും കൂടിയും ഒരു കോംപ്രമൈസുമില്ല. 2-5 കാല് വയ്ക്കുന്നവർ വെള്ളത്തിൽ വീഴും. പൂർണ്ണമായും പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ എല്ലാ പ്രവർത്തികളോടും, എന്താണോ ദൈവം പറഞ്ഞിരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തി, അതിനോട് മുഴുവൻ എതിർത്ത് നിൽക്കണം. ദുർനടപ്പ്, അശുദ്ധി വായിച്ചേർന്നാൽ മതി. ഗലാത്യ ലേഖനം 5:19. അതിനകത്ത് കാണാൻ കഴിയും 15 കാര്യങ്ങളുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, അതുപോലെ തന്നെ മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ. അങ്ങനെ ഒരു 15 പാപമുണ്ട്. ഇതിനകത്ത് ഏതൊരു പ്രവൃത്തി നീ ചെയ്യുന്നുവോ അവരാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. അവർ പിശാച് അവനെ തോൽപ്പിച്ചിരിക്കും. പിശാച് ജയമെടുത്തു. പിശാച് നമ്മെ തോൽപ്പിക്കരുത്. ദൈവനാം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, എന്നാൽ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയണമെങ്കിൽ എന്ത് വേണം നമ്മൾ പഠിച്ചത്? സർവായുധവർഗം ധരിക്കണം. അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി, രക്ഷ എന്ന ശിരസ്ത്രം, വിശ്വാസമെന്ന പരിച, അതുപോലെ തന്നെ ആത്മാവിൻ്റെ വചനമാകുന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളിന്. അങ്ങനെ നിന്നാലേ ഈ സാത്താനെ ജയിക്കാൻ പറ്റുള്ളൂ. ഈ സാത്താൻ നമ്മളെ തോൽപ്പിക്കും. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വീണ്ടും എഫെസ്യർ 4:25-26 വായിക്കാം. ആകയാൽ ബോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. ബോഷ്ക് ഉപേക്ഷിച്ച് താൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. ബോഷ്ക് എന്ന് പറഞ്ഞാൽ ബോഷ്ക് പറയുന്നവനും ബോഷ്ക് പറയുന്നവന്റെ അപ്പനും ആരാകുന്നു? പിശാചാകുന്നു.
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം വായിച്ചാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം ഫുള്ളായിട്ടൊന്ന് വായിക്കുക. ബോഷ്ക്ക് പറയുന്നവൻ്റെ അപ്പനും പിശാചാകുന്നു. അപ്പം ബോഷ്ക്ക് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ നുണ ഉപേക്ഷിച്ച്. നുണ പറയുന്നവനും നുണയൻ്റെ അപ്പനും പിശാചാണ്. നുണ ഉപേക്ഷിച്ച് ഇങ്ങനെ ചെറിയ വാക്കുകൊണ്ട് പോലും നുണ പറയില്ല. എന്ത് നഷ്ടം വന്നാലും എന്ത് കഷ്ടം വന്നാലും ഞാൻ നുണ പറയില്ല. നുണയൻ്റെ അപ്പനും പിശാചാകും. നുണ ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? സത്യം മാത്രം സംസാരിപ്പീൻ. അടുത്ത വാക്യം. നാം തമ്മിൽ അവയവങ്ങളല്ലോ. നാം തമ്മിൽ കർത്താവിന്റെ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. പാപം ചെയ്ത് കോപിക്കാമല്ല, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കൊടുക്കരുത്. സെയിം ടൈം പിശാജ് അവനിൽ കിടക്കും. പിശാജിനിടം കൊടുക്കരുത്. അപ്പോൾ രണ്ടാമത്തെ മേഖല കണ്ടു. ഒന്ന് നഗളത്തിലൂടെ പിശാച് വരുന്നു, 2 കോപത്തിലൂടെ പിശാച് വരുന്നു. മൂന്നാമത്തേത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വ്യക്തിയിലേക്ക് സദൃശവാക്യം 28:28 ഒരു വ്യക്തിയിലേക്ക് പിശാച് കടന്നു വരുന്നത് ഇന്ദ്രിയാവയവങ്ങളിലൂടെയാണ്. ആ ഇന്ദ്രിയാവയവങ്ങളാണ് ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത്. അതിൻ്റെ മുഴുവൻ ചിന്ത പറയുന്നില്ല. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒറ്റ വാക്യം വായിക്കുകയാണ്. സദൃശവാക്യം 28 വാക്യം. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു, അവ നശിക്കുമ്പോഴോ നീതിമാൻ വർദ്ധിക്കുന്നു. അല്ല, 25:28 സദൃശവാക്യം 25:28. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞെടുക്കുന്ന പട്ടണം പോലെയാവും. ആത്മസംയമനം, ഇന്ദ്രിയ അവയവങ്ങളിന്മേൽ ജയം പ്രാപിക്കാത്ത മനുഷ്യൻ, ആത്മസംയമനം പ്രാപിക്കാൻ കഴിയാത്ത മനുഷ്യൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. നമ്മൾ പരിശോധിച്ചു നോക്കുക. കോപം, ക്രോധം, ശാഠ്യം ഇതൊക്കെ ആ മേഖലകളിൽ പെടും. അതൊക്കെ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ്. ആത്മസംയമനം പാലിക്കുക. ആത്മസംയമനം ഇല്ലാത്ത മനുഷ്യൻ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങി നിരങ്ങാം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് നിനക്കും ഒരു ആത്മസംയമനം ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. അവൻ്റെ അകത്ത് ദൈവം പോയിട്ട് സാത്താൻ കയറി അവനെ നിരങ്ങിക്കൊണ്ടിരിക്കും. ആത്മസംയമനം ഇല്ലാത്തവനുണ്ടാകുന്ന ഗതി അതാണെന്ന് തിരിച്ചറിയുക. അവൻ്റെ തകർച്ച അതാണെന്ന് തിരിച്ചറിയുക. ദൈവതിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഒരു വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കും. ജഡത്തിൻ്റെ റോമർ 6:19 ജഡത്തിൻ്റെ അവസ്ഥ, അവിടെ ജഡത്തിൻ്റെ സ്വഭാവം. റോമർ 6:19 നിങ്ങൾ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. അതായത് ഒരു മനുഷ്യ രീതിയിൽ അപ്പോസ്തലൻ പറയുക, ജഡത്തിന്റെ ബലഹീനതയാണ് ഒരു മനുഷ്യനെ സാത്താൻ കീഴടക്കുന്നതിന്റെ കാരണം. നമ്മളുകൊണ്ട് ആത്മസംയമമില്ലാത്ത മനുഷ്യൻ മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ എല്ലാ സാത്താനുകളും കയറി അവനെ നിറങ്ങി അവൻ ഒരു നിമിഷവും അവന് സമാധാനമില്ലാതെ മരിച്ച മതി എന്ന അവസ്ഥയിലൂടെ അവൻ ഓടി നടക്കുകയായിരിക്കും. ആത്മഹത്യ ചെയ്യാനുള്ള ചിന്തയിൽ ഓടി നടക്കുകയായിരിക്കും. കാരണം എന്താ? അവൻ ആത്മസംയമനമില്ല. ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു മനോഭാവം ഉണ്ടോ? തിരിച്ചറിയുക. ആത്മസംയമനം പ്രാപിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇത് വായിച്ചു 6:19 നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും, ധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. തുടർച്ച 4 എടുക്കാം. നീതിക്ക് അടിമകളാക്കി ഇന്ന് സമർപ്പിക്കുക. നീതി ക്രിസ്തുവാണ്. അധർമ്മത്തിന് അടിമകളാക്കാതെ നീതിക്ക് അടിമകളാക്കി ക്രിസ്തുവിന് അടിമയാക്കി ഇന്ന് എന്നെയും നിങ്ങളെയും സമർപ്പിക്കണം.
ഇൻഡിവിജ്വലായി വ്യക്തിപരമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ആത്മസമയനമില്ലാത്തവർ ഇന്ന് ഈ വചനം കേട്ടുവെങ്കിൽ അവൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എങ്ങനെയെങ്കിലും ഈ ലോകത്തുനിന്ന് വേർപെടണം. ആത്മഹത്യാ ചിന്തകൾ. കാരണം അവനിൽ സാത്താൻ കയറി നിരങ്ങുകയാണ്. അവൻ്റെ ഉള്ളിലെ കോപം അവനെ അടക്കാൻ കഴിയുന്നില്ല. ആത്മസംയമനമില്ല. അതിൽ നിന്ന് ഉരുവാകുന്നതാണതല്ല. ഇനി വചനം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും അത്തരമായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ? ആത്മസമയമില്ലാത്ത പുരുഷൻ മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ എന്ന് പറയുമ്പോൾ ഇനി വചനം കേൾക്കുമ്പോൾ ആരുടെങ്കിലും ഹൃദയത്തിൽ അത് ടച്ച് ചെയ്യുന്നുവെങ്കിൽ കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുക. കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുക. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധവർഗം ധരിച്ചിട്ട് ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. അപ്പോ സൂപ്പർ നാച്ചുറൽ പവർ എന്നിലും നിങ്ങളിലും വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് മുതൽ സൂപ്പർ നാച്ചുറൽ പവർ മോശയിലൂടെ വെളിപ്പെട്ടതുപോലെ, അഹരോനിലൂടെ വെളിപ്പെട്ടതുപോലെ എന്നിലും നിങ്ങളിലും വെളിപ്പെട്ടു വരണമോ? കോപം ഉപേക്ഷിക്കുക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം ഉപേക്ഷിക്കുക. എവിടെയെങ്കിലും നെകളിച്ച് വീണു പോയിട്ടുണ്ടെങ്കിൽ സാഷ്ടാംഗം കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് വീണ് പറയേ. ഹൃദയം തകർന്നവരെ അവൻ രക്ഷിക്കും, അവൻ വിടുവിക്കും. ഈ നിമിഷം ഒന്ന് സമർപ്പിച്ച് കൊടുത്ത് ഏത് മേഖലയിലാണോ ഞാൻ നിങ്ങളും ഭാരപ്പെടുന്നത് ഒന്ന് പരിശോധിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഒരു ആത്മസംയമനം പാലിപ്പാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. എളിമ, താഴ്മ, വിനയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവശക്തിയാൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, കയ്പ്, വെറുപ്പ്, പക, പിണക്കം, ജാരശങ്ക, മദ്യപാനം, വെറിക്കൂത്ത്, ഇവയോട് എന്നേക്കുമായി വിടണേ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ദൈവത്തിന് കീഴടങ്ങുവിൻ. രണ്ടും കൂടിക്കൊണ്ട് നടക്കുന്ന ആരെങ്കിലും വചനം കേൾക്കുന്നുവെങ്കിൽ എന്നേക്കുമായി പാപത്തോട് വിട പറയുക. യേശുവിനെ സ്വീകരിക്കുക. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്റെ മക്കളോട് ചേർന്ന് ഞങ്ങൾ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾക്ക് എക്കാലവും നിന്നോട് ചേർന്ന് നിൽക്കണം. ദുഷ്ടൻ ഒരിക്കലും ഈ കൂട്ടായ്മയിലുള്ള ഞങ്ങളെ ആരെയും, ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കൈവിടാതെ വണ്ണം കർത്താവെ നീ സംരക്ഷിക്കണം. ദേശത്ത്, സഭയിൽ, ഇടവകയിലെല്ലാം കർത്താവിൻ്റെ സാക്ഷിയായി ഞങ്ങൾക്ക് നിൽക്കണം. കർത്താവെ, ആത്മസംയമനമുള്ള മക്കളായി ഞങ്ങൾ മാറണം. കർത്താവെ, വിശുദ്ധിയെ തികച്ച് നീതിയുടെ അടിമയായി നിൽപ്പാൻ കൃപ നൽകണം. കർത്താവെ, ഇനിയും പാപത്തിനും അധർമ്മത്തിനും അടിമകളാകാതെ വണ്ണം കർത്താവെ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ രക്തവളപ്പി സൂക്ഷിക്കണമേ. ചുറ്റും തീമതിലായിരിക്കണം. നിന്റെ ദൂതന്മാരെ കാവൽ നിർത്തണമേ. അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യും. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണം. അനേകം ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണമുള്ള അധികാരത്തിൻ്റെ ശുശ്രൂഷ കർത്താവേ നീ ഞങ്ങൾക്ക് നൽകണം. ആത്മാക്കളെ വിവേചിക്കാനുള്ള വിവേകം നൽകണം. കർത്താവേ, ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസത്തിൻ്റെ വരം, രോഗശാന്തി വരം, വീര്യപ്രവൃത്തി വരം, ആത്മാക്കളെ വേദിക്കാനുള്ള വരം, പ്രവചനവരം ഞങ്ങൾ വാഞ്ചിച്ച് പ്രാർത്ഥിക്കുക.
ഭാഷാപരവും ഭാഷാ വ്യാഖ്യാനപരവും നൽകി നിന്റെ ശരീരത്തിൻ്റെ ഒരവയവമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്കുപയോഗപ്രദമായ ദാസീദാസന്മാരാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ദ്രിയ അവയവങ്ങൾക്ക് എപ്പോഴും നീ കോട്ട കെട്ടി സൂക്ഷിച്ചു കൊള്ളുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തൃപ്പാദത്തിൽ പൊടിയോളം ഭൂമിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ താഴ്ത്തി ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമല്ലേണമേ. ആമേൻ. ദൈവ തിരുനാമം മാത്രം മഹത്വമെടുക്കട്ടെ. സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാറ്റിലും എന്നേക്കും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾ ഓരോരുത്തരോടുകൂടിയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കേറിയിട്ടില്ല. യൂട്യൂബ് അൺഎബിൾ.